എങ്ങനെയുണ്ട് സിസ്റ്റർ? എന്ത്? അല്ല, അകത്തെ പേഷ്യന്റ്. ഓ, അതാണോ? നമ്മൾ പേഷ്യന്റ് ആരാ? സുഹൃത്തെന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. സഹോദരങ്ങളെ പോലെയാ ഞങ്ങള്. ഞങ്ങള് അത്രയ്ക്ക്. എന്താ പേര്? അടിപൊളി. തല്ലിപ്പൊളിയോ? അല്ലല്ല, അടിപൊളി. ഈ സെഞ്ചുറി ഗാനമേള ട്രൂപ്പില് മാപ്പിള പാട്ടുകളും തമിഴ് പാട്ടുകളും ഒക്കെ പാടുന്ന അടിപൊളി അയ്മുട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ല? അയ്യോ, ഞാൻ കേട്ടിട്ടില്ല. അത് ഞാനാണ്. ട്രൂപ്പിന്റെ ഓണറും കൂടിയാണ്. അത് ശരി. അതിന് ഞാനിപ്പോ എന്താ വേണം? അല്ല, റാഫ് ജോൺസൺ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ല. റാഫ് ജോൺസണോ? അല്ല, ഓ ജോൺസൺ അകത്തെ. ഓ, അങ്ങനെ ഒന്നും പറയാറായിട്ടില്ല. ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് വേണ്ടി വരും. കുറച്ച് ദിവസം ഇവിടെ കിടക്കേണ്ടിയും വരും. ഇതാണ് റൂം. ഐശ്വര്യമായിട്ട് കയറി കിടന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ വന്ന് ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഇതൊരു ഹോസ്പിറ്റലാണെന്നും നീ ഒരു രോഗിയാണെന്നും ഉള്ളതൊക്കെ അങ്ങ് മറന്നേക്ക്. എനിക്കെന്താ അസുഖം? കൊടച്ചക്രം. പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു അസുഖമില്ല, ജസ്റ്റ് ചെക്കപ്പ്. ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ നമ്മൾ റൂം എടുത്തിരിക്കുന്നു. ആ ഒരു മൂഡിൽ അനങ്ങാതെ അങ്ങ് കിടന്നാ മതി. വലിയ വിശേഷം ചോദിക്കാനും വർത്തമാനം പറയാനും നിൽക്കണ്ട. മനസ്സിലായോ? ഗോപാൽജി, ഗോപാൽജി, ഞാൻ നിന്നെ വിളിക്കാൻ പോയായിരുന്നു. ഞാനൊന്ന് സുഖമായിട്ട് ഉറങ്ങി. എടാ, 500 കിലോമീറ്റർ വണ്ടി ഓടിച്ചപ്പോഴേക്കും നീ ഉറങ്ങിപ്പോയോ? 500 കിലോമീറ്ററോ? ഇവിടുന്ന് കമ്പം വരെ 650 കിലോമീറ്റർ ഉണ്ട്, അറിയാം? അതെ, 650 കിലോമീറ്റർ ഉണ്ട്. അതിൽ 150 കിലോമീറ്റർ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ പിന്നെ ഈ വണ്ടി ആരോടിച്ചു? ഞാൻ ഓടിച്ചു. അയ്യോ, ആയിസറാതെ ചവൻ എന്നെ കിട്ടില്ല. ഇനി ശവത്തിന്റെ കൂടെ കൂട്ടിരുന്ന പരിപാടി വേണ്ട, ഞാൻ നിർത്തി. എടാ, നീ അങ്ങനെ പറയൂ. ഈ ശവത്തിന്റെ കൂടെ ഒറ്റയ്ക്കിരുന്ന് യാത്ര ചെയ്യാൻ എനിക്ക് പേടിയാന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ. എടാ, വെറുതെ അല്ല, നിനക്ക് കഞ്ഞിയും കപ്പയും ചോറും ബ്രാൻഡി 50 രൂപ തരുന്നില്ലേ? അതൊക്കെ ശരിയാ. രാവിലെ തന്നെ നീ വൃത്തിയായിട്ടവനെ കുടിക്കല്ലേ? നീ മദ്യം പേസ്റ്റ് ആക്കല്ലേ? എടാ, മദ്യം പേസ്റ്റ് ആക്കല്ലേ? അങ്ങനെ ഇന്നത്തെ പല്ല് തേപ്പും കുളിയും കഴിഞ്ഞു. എടാ, നിനക്ക് എന്തെങ്കിലും ഒന്ന് കുളിച്ചുകൂടെ? ഒരാഴ്ച ആയില്ലേ കുളിച്ചിട്ട്? വേണമെങ്കിൽ 2 കെട്ട സോപ്പ് ഞാൻ വാങ്ങിച്ചുതരാം. സോപ്പും ഡ്യൂട്ടിക്ക് സമയമായി. നല്ലൊരു ചെറുപ്പക്കാരൻ, കാണാനും നല്ല ഭംഗി, നല്ല ആരോഗ്യവും. ഇവനൊന്ന് കുളിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് ആകാമായിരുന്നു. വസ്ത്രം മാറാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ? ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഞാൻ വാൺ ചെയ്യുന്നത്? മാഡമോ മറ്റോ വന്നത് കണ്ടിരുന്നെങ്കിൽ ഞാൻ സഹിക്കില്ല. ഇത് സ്നേഹലതയല്ലേ കണ്ടുള്ളൂ. എന്നാലും തെറ്റ് സമ്മതിച്ചു കൊടുക്കരുത്. ചെയ്തു പോയത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ പ്രായച്ചിത്തമായി എന്നെ തന്നെ വിവാഹം കഴിച്ചോളൂ. അയ്യടാ, വിവാഹം കഴിക്കാൻ പറ്റിയ ഒരു സ്പെസിമൻ. ഈ സ്പെസിമൻ എന്താണ് ഒരു കുഴപ്പം? കുഴപ്പങ്ങളേ ഉള്ളൂ. അതെ, ഒരു അറ്റൻഡർക്ക് അറ്റൻഡറേതായ സ്വപ്നങ്ങൾ മാത്രം മതി. ആ സ്വപ്നങ്ങളിലെ എല്ലാം നായിക സ്നേഹലത തന്നെയാണ്. അത് തല്ലുകൊള്ളാത്തതിന്റെ അസുഖമാണ്. അതെ, എന്റെ ജാതകത്തിൽ കോടീശ്വരനായ ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസത്തേക്കായിരിക്കും. ഒരുമാതിരി അനാവശ്യം പറയരുത്. ഡ്യൂട്ടി സമയത്ത് ഞാൻ തുണി മാറിക്കൊണ്ട് നടന്നാ മതിയോ? ഈ ബില്ല് കൊണ്ടോ 204 കൊണ്ടിട്ട് സി ബ്ലോക്കിലേക്ക് പോകുന്നുള്ളൂ. സ്നേഹലതേ, സ്നേഹലതേ. ഓ, ഈ പെൺകുട്ടിക്ക് ആരാണ് സ്നേഹലത എന്ന് പേരിട്ടത്? അച്ചടി ഭാഷയെ അടക്കമില്ലാത്ത പ്രകൃതം. എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹലതേ. ഇപ്പൊ വെടി തീർന്നേനെ. ഓർമ്മശക്തി ഉണ്ടാകാനും ശബ്ദം നന്നാകാനും ഒക്കെ ഓറഞ്ച് നല്ലതാണെന്നാണ് പറയുന്നത്. എന്നാരാ പറഞ്ഞത്? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? ചൂടോടെ ഒരെണ്ണം കഴിച്ചു നോക്ക്. ഹലോ, ഹലോ എന്ന് വിളിക്കാൻ ടെലിഫോണിൽ സംസാരിക്കാം. സാർ, അത് സാറെന്ന് വിളിക്കാൻ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ചേട്ടാ, ചേട്ടാന്ന് വിളിക്കാൻ ഞാൻ തന്നെ ബന്ധുവാണ്. ബ്ലഡി ഫൂൾ. അല്ല, എന്നൊക്കെ ഡോക്ടേഴ്സ് അറ്റൻഡേഴ്സിനെ വിളിക്കുന്ന കേൾക്കുമ്പോ എന്റെ മനസ്സ് വല്ലാതെ വിഷമിക്കും. ഞാൻ എന്താ വിളിക്കേണ്ടത്? ഗോപാൽജി. ഗോപാൽജി. ഈ ECG എന്തിനാ എടുക്കുന്നത്? അസുഖം തൊണ്ടയ്ക്കല്ലേ? തൊണ്ടയും ഹൃദയവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഹൃദയം തകരാറിലായാൽ മൊത്തത്തിലെല്ലാം തകരാറിലാകാം. ECG, സ്കാനിങ്, എക്സ്റേ, കൾച്ചറിങ്, ബയോപ്സി. ഇനി ഏതെങ്കിലും മെഷീൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് കൂടെ എഴുത്. പാവങ്ങൾ എങ്ങനെ കഴുത്തറക്കരുത് കേട്ടോ. പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ ആശുപത്രിയുണ്ട്. ഇത് സമ്പന്നന്മാർക്ക് വേണ്ടി സമ്പന്നന്മാർ പണിത 5 സ്റ്റാർ ഹോസ്പിറ്റൽ. മാരകമായ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ഇതുപോലെ നിരവധി ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. അഹങ്കാരം ലേശം കുറയ്ക്കണം കേട്ടോ. പേഷ്യന്റ് അല്ലാന്ന് നോക്കത്തില്ല, തനിക്കും ടെസ്റ്റുകൾ എഴുതി തരും.
മറ്റേ കല്ല് പൊട്ടിക്കുന്ന ടെസ്റ്റ് അറിയോ? നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ട. ഈ ടെസ്റ്റുകളൊക്കെ അവരുടെ ഓരോ ബിസിനസ് ട്രിക്കുകളാ. ബില്ല് എത്രയാ? 260. പിന്നെ ഒരു 0 കൂടെ ഉണ്ട്, 2600. അത് കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ഇങ്ങനെ വെറുതെ മൂടോട്ടായിട്ടിരിക്കരുതേ. ആ, കുറച്ചു നേരം പാട്ട് കേട്ടോണ്ടിരിക്കും. നീ പാടിയ കാസറ്റ് തന്നെ ഉണ്ട്. ഞാൻ പോയി ബില്ലൊന്ന് അടച്ചിട്ട് വരാം. ഓക്കെ? സോറി ഡോക്ടർ. സാരമില്ല, കേട്ടോളൂ. വോളിയം കൂടാതിരുന്നാ മതി. ക്ലാസിക്കൽ മ്യൂസിക് വളരെ ഇഷ്ടമാണല്ലേ? അതെ. എന്താ പേര്? ജോൺസൺ. അപൂർവ രാഗത്തിലുള്ള ഈ കീർത്തനം ആര് പാടിയതാണെന്ന് അറിയോ ജോൺസന്? ഒരു പുതിയ ഗായകനാ, റാഫേൽ. റാഫേലിന്റെ ഒരു കച്ചേരിയുടെ കാസറ്റ് ഞാൻ ഈ അടുത്തിടയ്ക്ക് കേട്ടു. റിയലി ഫാന്റാസ്റ്റിക്. ഡോക്ടർക്ക് ശാസ്ത്രീയ സംഗീതം ഇഷ്ടമാണോന്നോ? നല്ല കാര്യായി. ഒരു സംഗീതജ്ഞയാകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്ത് ചെയ്യാം, ഡോക്ടറായി പോയി. ഡോക്ടർ നമ്പ്യാരുടെ പേഷ്യന്റ് ആണല്ലേ? അതെ. എന്താ അസുഖം? തൊണ്ടയ്ക്കൊരു ചെറിയ വേദന. ആ, എന്ത് അസുഖത്തിനും സംഗീതം ഒരു നല്ല മരുന്നാ. ഗുഡ് മോർണിംഗ്. പാട്ട് വെക്കാൻ എന്താ ഉത്സവപ്പറമ്പോ? വോളിയം കുറച്ച് വെച്ചോളാൻ ഇപ്പൊ പോയ ഡോക്ടർ പറഞ്ഞു. താൻ ഡോക്ടർ സുബ്ബലക്ഷ്മിയുടെ പേഷ്യന്റ് അല്ല, എന്റെ പേഷ്യന്റ് ആണ്. ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. മനസ്സിലായോ? നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ ശത്രുക്കളെ പോലെ പെരുമാറാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഒരു ഡോക്ടർ പാലിക്കേണ്ട സാമാന്യ മര്യാദ അതുപോലും സുബ്ബലക്ഷ്മി മറക്കുന്നു. ലുക്ക്, തന്റെ ഭാര്യയാണെന്നുള്ള ഒരൊറ്റ കൺസിഡറേഷൻ കൂടെ ഞാനതൊക്കെ സഹിക്കുന്നത്. സ്വന്തം ഹോസ്പിറ്റലാണെന്ന് കരുതി മറ്റുള്ളവരെങ്ങനെ തരം താഴ്ത്തരുത്. നമ്പ്യാരുടെ പേഷ്യന്റിന്റെ മുറിയിൽ സുബ്ബലക്ഷ്മിക്ക് എന്താ കാര്യം? ഓ, അപ്പോഴേക്ക് എം ഡിയുടെ അടുത്ത് കംപ്ലൈന്റ് എത്തിക്കഴിഞ്ഞോ? മിസ്റ്റർ നമ്പ്യാർ, നിങ്ങളുടെ പേഷ്യന്റിന്റെ മുറിയിൽ ഒരു വിസിറ്റർ എന്ന നിലയിലാണ് ഞാൻ കയറിയത്. അവിടെ വിസിറ്റേഴ്സിനെ നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ. ആ റൂമിൽ പാട്ട് വയ്ക്കാൻ എന്തിനു അനുവാദം കൊടുത്തു? ആ വാർഡിൽ പല ഹൃദ്രോഗികളും ഉള്ളതാണ്. അല്പം സംഗീതം കേട്ടതുകൊണ്ട് ആരുടെ ഹൃദയം അങ്ങനെ പൊട്ടിപ്പോകുന്നില്ല. സംഗീതം കൊണ്ട് രോഗങ്ങൾ വരെ മാറ്റാൻ കഴിയുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പരീക്ഷണങ്ങളൊക്കെ സ്വന്തം രോഗികളുടെ അടുത്ത് മതി. എന്റെ പേഷ്യന്റ് വെറുതെ വിട്ടേക്കും. ഇറ്റ്സ് എ റിക്വസ്റ്റ്. എന്താ ലക്ഷ്മി ഇത്? അയാൾക്ക് കോംപ്ലക്സാ, അല്ലെങ്കിൽ എന്നോടുള്ള ഒരു തരം പ്രൊഫഷണൽ ജലസ്, അത്രേ ഉള്ളൂ. നമ്പ്യാരുടെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? കൂടെ പഠിച്ചിരുന്ന ഫ്രണ്ട്സിനെ സ്റ്റാഫാക്കി വെച്ച് എങ്ങനെയൊക്കെ ഇരിക്കും. ഓക്കെ, ലീവ് ഇറ്റ്. ഹലോ ഹലോ, ഞാൻ ഐമൂട്ടിയാണ്. മമ്മൂട്ടിയോ? മമ്മൂട്ടിയും ചമ്മട്ടിയൊന്നുമില്ല, ഐമൂട്ടി. സെഞ്ചുറി ഗാനമേള ട്രൂപ്പിന്റെ ഓണർ, അടിപൊളി ഐമൂട്ടി. ട്രൂപ്പ് വൈകാതെ കൃത്യസമയത്തിന് എത്തിയേക്കണം. വെറുതെ സംഘാടകർക്ക് ടെൻഷൻ ഉണ്ടാക്കരുത്. ചേട്ടാ, ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. നാളത്തെ ഗാനമേള ഒരു 2 ആഴ്ചത്തേക്കൊന്ന് മാറ്റി വെക്കണം. വെറുതെ തോന്നിവാസം പറയരുത്. നാടടുത്ത് ടിക്കറ്റ് വിട്ടിരിക്കുക. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഏട്ടാ. റാഫേല് ഒരു ആഫ്രിക്കൻ പര്യടനത്തിന് പോയതാ. ആക്ച്വലി ഇന്നത്തെ ഫ്ലൈറ്റിൽ എത്തേണ്ടതാ. പക്ഷെ ഒരു കുഴപ്പം പറ്റി. അതെ, ഗാനമേളയില് അവൻ AR റഹ്മാന്റെ 1-2 അടിപൊളി പാട്ടുകൾ പാടിയായിരുന്നേ. അത് കേട്ടിട്ട് കാട്ടുവർഗക്കാര് അത് അവരുടെ പാട്ടാണെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും അവനെ കൊണ്ട് പാടിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ആഴ്ച വിടും. അഭ്യാസമൊക്കെ കയ്യിൽ വെച്ചിട്ടേ മതി. നാളെ കൃത്യസമയത്ത് പ്രോഗ്രാം നടത്തിയില്ലെങ്കിൽ നിന്റെയൊക്കെ കൈയും കാലും തല്ലി ഒടിക്കുള്ളൂ. ഹലോ, പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തല്ല ഉറപ്പായി. ഹലോ, കാശ് തന്നില്ലായിരുന്നല്ലേ? നാളത്തെ ഗാനമേള മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് സംഘാടകർ സമ്മതിക്കുന്നില്ല. മിക്കവാറും അവരുടെ തല്ലുകൊണ്ട് ഞാനും ഇവിടെ അഡ്മിറ്റ് ആവുന്ന ലക്ഷണമാണ് കാണുന്നത്. ഞാൻ കാരണം ചേട്ടനാകെ ബുദ്ധിമുട്ടായല്ലേ? പോടാ അവിടുന്ന്. ഒരാഴ്ച കഴിഞ്ഞാൽ നിന്റെ ഈ അസുഖം മാറില്ലേ? പിന്നെ നമുക്ക് ഡെയിലി ഗാനമേള റെക്കോർഡിംഗ് ആയിരിക്കില്ലേ? ഇതാ വരുന്നു വെള്ള പാന്റ് ഇട്ട് വിധി വേഷം. എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ഇത് എവിടുന്ന് കിട്ടിയെന്ന്? ആ, ഇത് അടുത്ത മുറിയിൽ നിന്ന് സംഘടിപ്പിച്ചതാ. ഇനി ശബ്ദം പുറത്ത് കേൾക്കുന്ന പരാതി വേണ്ടല്ലോ. താങ്ക്സ്. ഇതിനും ബില്ല് വരുമോ? ചിലപ്പോ വന്നിരിക്കും. ടെസ്റ്റിന്റെ ഫീസ് അടച്ചോ? അടച്ചു. എന്താ പുതിയ ബില്ല് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അത് പിന്നാലെ വന്നോളൂ. തൽക്കാലം അടച്ച ഫീസിന്റെ റെസിപ്റ്റ്സ് അക്കൗണ്ട് സെക്ഷനിൽ കൊടുക്കണം. ചേട്ടൻ അങ്ങോട്ടല്ലേ പോകുന്നത്? ഇതൂടെ കൊടുത്തേക്ക്. ചുമ്മാ ചൊറിയും കുത്തി ഇവിടെ ഇരിക്കുകയല്ലേ? കൊണ്ടുപോയി കൊടുക്കണോ? എനിക്ക് 307 പേഷ്യന്റിന് എനിമ കൊടുക്കണം. ഞാൻ തന്റെ സെർവന്റ് ആണോ? ഒരു മനുഷ്യ പറ്റില്ലാത്ത വർഗം. ആദ്യം ഇവനൊക്കെ എനിമ കൊടുക്കേണ്ടത്. ഞാൻ കേട്ടോ? അല്ല, പേഷ്യന്റ് ആണോ അല്ലയോ നോക്കത്തില്ല, തനിക്കും തരും എനിമ. എന്താടോ?
ഞാൻ ഇത് എന്ത്? കൊടുത്തേറ്റ് വേഷം കെട്ടരുത് കേട്ടോ. ഞാനിത് കൊടുത്തിട്ട് വരാം. ആ, ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടു. ഭാഗ്യത്തിന് അദ്ദേഹം എന്നെ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ നീ ആശുപത്രിയിലുള്ള വിവരം നാട്ടിൽ പാട്ടായനെ. ആരാ? നിന്റെ ഗുരു രാമസ്വാമി ഭാഗവതർ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി. വിവരങ്ങളെല്ലാം ഭാഗവതർ അറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കും. കാര്യം അസുഖമൊന്നുമില്ല എന്നുള്ളത് നമുക്കല്ലേ അറിയൂ. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നമുക്ക് അനുഗ്രഹം വേണം. എന്താ പോരെ? താൻ എന്താണ് ഇവിടെ കിടന്ന് ചുറ്റി കളിക്കുന്നത്? സഹോദരി, ഞാൻ മൂത്രം എടുക്കാൻ വന്നതാ. ഓ, കാര്യം പറഞ്ഞ അതെ, എന്താ ഇത്? കിമ്പളാണ്, വെച്ചോളൂ. ഏയ്, ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്നുണ്ട്. എനിക്ക് കിമ്പളം വേണ്ട. കിമ്പളം വാങ്ങണ വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കുമ്പളത്തുകാരൊരു രാവുണ്ണിയുണ്ട്, അവനിന്ന് ലീവാ, വന്നില്ല. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ലേശം മറ്റവനെ വാങ്ങാനായിരുന്നേ. മറ്റവനോ? മദ്യോ. മദ്യോ? കാർന്നോരെ, നിങ്ങൾ എന്തൊന്നാണ് വിചാരിച്ചത്? മദ്യപിക്കാൻ ഇത് ബാർ അറ്റാച്ച്ഡ് ഹോസ്പിറ്റൽ ആണെന്ന് കരുതിയോ? നിങ്ങൾ ഈ പറഞ്ഞത് വേറെ ഏതെങ്കിലും അറ്റൻഡർമാരോ ആയിരുന്നെങ്കിൽ നിങ്ങൾ അപ്പനെ മോനെ ഇന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തേനെ. നിങ്ങൾക്ക് മര്യാദ ഇല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ഒരു മാന്യത ഉണ്ട്, അറിയാമോ? കാശെട്. സാധനം വാങ്ങിക്കാനുള്ള കാശെടുക്കാൻ ഏത് വേണം, എത്ര വേണം? 1 പൈന്റ് റം. 1 പൈന്റ് മതി. അപ്പൊ ചേട്ടന് വേണ്ടേ? കന്നാലി, അപ്പൊ നീ കഴിക്കല്ലേ? എങ്കിൽ പിന്നെ പുള്ളു തന്നെ ആയിക്കോട്ടെ. കെട്ടിപ്പിടിച്ച് കണ്ട് കാശെടുക്ക്. എടുക്കാലോ. ആ, ഉണ്ട്, തികച്ചുണ്ട്. അഴു കൂടുതലോ? 3 സോഡ. രണ്ടെണ്ണേ ഉള്ളൂ. ആ, കുഴപ്പമില്ല. പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചോ. ഫ്ലാസ്കിൽ സോഡയാ? പിന്നെ ടാങ്കറിൽ കൊണ്ടുപോകണം സോഡ. ഒഴിക്കേ. ബാക്കി പൈസ പോട്ടെ. കുപ്പി താനെടുത്തോ. നീ എന്തുടേ അളക്കണേ? അങ്ങനെ ഒഴിക്കടാ ചാവി. കാർവരെ, എന്തിനും ഒരു അളവുള്ളത് നല്ലതാ. ഇക്കാലത്ത് സ്നേഹം വരെ അളന്നല്ലേ കൊടുക്കുന്നത്. നീ കൊറിക്കാനൊന്നും വാങ്ങിയിട്ടില്ലേ? വെളിയിൽ നിന്ന് എന്തിനാ വാങ്ങുന്നത്? എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. മൾട്ടി വിറ്റാമിൻ, കാൽഷ്യം സാൻഡോസ്, സൂപ്രാഡൈൻ, ജലൂസിൽ. നീ എന്തുട്ടേ പറയണേ? കപ്പലണ്ടിക്ക് പകരം ഗുളിക കഴിക്കേ. ഇതൊക്കെ വിറ്റാമിൻ ആണ്. മദ്യം വിഷമാണെന്നല്ലേ പറയാറ്. മദ്യത്തിന്റെ കൂടെ ഈ വിറ്റാമിൻസും കൂടെ കഴിച്ചാൽ എല്ലാം ബാലൻസ് ആയി, ലിവർ ഓക്കെ. വേണമെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പിൽസ് മിക്സർ ആയിട്ട് കഴിക്കാം. ഭക്ഷണത്തിന് മുൻപോ പിമ്പോ എങ്ങനെ വേണേലും കഴിക്കാം, പക്ഷേ മാറിപ്പോരുത്. ഒരു ദിവസം വിറ്റാമിൻ ആണെന്ന് കരുതി സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിച്ചു, 2 ദിവസം ഉറങ്ങിപ്പോയി. കറുതൽ കഴിക്കേ. സ്നേഹം. എനിക്ക് എന്നോട് സ്നേഹം ഉണ്ട്, അതുകൊണ്ടല്ലേ ഇത് വാങ്ങാൻ പറഞ്ഞേ. സ്നേഹം വരുന്നു. എനിക്ക് നേരത്തെ വന്നതാ, നിനക്ക് ഇപ്പോഴല്ലേ സ്നേഹം വന്ന എന്നോട്? അല്ല, നഴ്സ് സ്നേഹലത വരുന്നെന്ന്. കാരണം ഈ മറവിൽ ഒളിച്ചോ, ഞാൻ വിളിക്കുമ്പോ വന്നാ മതിയേ. അതൊക്കെ ഞാൻ മാറ്റിക്കൊള്ളാം. താനെന്താ ഇവിടെ? അതിപ്പോ സ്വല്പം മുമ്പേ അവിടെ നിൽക്കുകയായിരുന്നു. എന്താ സ്നേഹം? സ്നേഹം? സ്നേഹലതയെ സ്നേഹം കൊണ്ട് സ്നേഹം എന്ന് ചെറുതാക്കി. തൽക്കാലം താൻ എന്നെ അങ്ങനെ ചെറുതാക്കണ്ട. താൻ എന്നാ റാഫേലിന്റെ ഫാദറിനെ MD വിളിക്കുന്നു പോയി പറ. അയാൾ ഇങ്ങോട്ട് വന്നില്ല. റൂമിൽ പോയി പറയണം. അല്ല, ഞാനിവിടെ ഉണ്ട്. നിങ്ങളെന്താ ഇവിടെ? നേഴ്സമ്മല്ലേ പറഞ്ഞ MD വിളിക്കണമെന്ന്. അതല്ല ചോദിച്ചത്, ഇവിടെ എന്താ കാര്യം? അതെന്നെ പറഞ്ഞ MD വിളിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാനിപ്പോഴും വന്നിട്ട് കേട്ടോ നേഴ്സമ്മേ, ഈ കമ്മിറ്റി എന്താ സ്നേഹലതയെ ബോധമില്ല സംസാരിക്കുന്നത്? നുള്ളി കീറി ചോദിക്കണോ? കാരണം MD വിളിക്കുന്ന അങ്ങോട്ട് ചെല്ല. വിളിക്കാലോ. ഞാനൊരു പേഷ്യന്റ് അപ്പനാണ്, എന്നെ വിളിക്കാലോ MDക്ക്. ഒന്നാ വഴി വഴി. അതന്നെ. സസ്പെൻഷൻ ഉറപ്പ്. എന്താ ഇത്? മനസ്സിന്റെ വിഷവും മാറ്റാൻ അല്പം ബ്ലാക്ക് ടീ കഴിക്കുക.
സ്നേഹലത റാഫേലിന് ഇഞ്ചെക്ട് ചെയ്യാൻ എടുത്ത മരുന്ന് മാറിപ്പോയെന്നും പറഞ്ഞ് പലരും വഴക്കു പറഞ്ഞപ്പോ സത്യത്തിൽ വേദനിച്ചത് എന്റെ ഹൃദയമാണ്. എനിക്ക് മരുന്ന് മാറിയിട്ടില്ലെന്ന് നല്ല ബോധ്യമുണ്ട്. ഇതിന്റെ പിന്നിൽ ചില കള്ളക്കളികളുണ്ട്. റാഫേലിനെ വകവരുത്താനുള്ള കൊലപാതക ശ്രമമായിരുന്നത്, അല്ലാതെ മരുന്ന് മാറി കുത്തിവെച്ചൊന്നുമല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുള്ള ജോലി കളയല്ലേ. ആര് പറഞ്ഞ ആവശ്യമില്ലാത്താണെന്ന്? ഈ വർമ്മ സാർ ഡോക്ടർ സുബ്ബലക്ഷ്മിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കഥകള് നാട്ടിൽ പാട്ടാണ്. അതിന്റെ പാരഡി ഗാനങ്ങൾ വരെ മണി ഇറക്കിയിട്ടുണ്ട്. എന്റെ കുടുംബം പട്ടിണിയാക്കരുത്, എന്നെ അങ്ങ് വിട്ടേരെ. ചേട്ടാ, അന്യർക്ക് ഇവിടെ പ്രവേശനമില്ല. സത്യം പറയട്ടാ, ചേട്ടൻ വേദനിക്കുന്ന ഒരു ആത്മാവല്ലേ. ചേട്ടന് വിഷമങ്ങളുണ്ട്, എനിക്ക് വിഷമങ്ങളുണ്ട്. വിഷമങ്ങളൊക്കെ തീർക്കാൻ ഈ ലോകത്ത് ഒരൊറ്റ ഔഷധമേ ഉള്ളൂ. സാധനം ഉണ്ടോ? സാധനം നമുക്ക് ബാറിൽ ചെന്ന് കഴിക്കാം. അവിടെ ആവുമ്പോ തീരുമ്പോ അടിച്ചുകൊണ്ടിരിക്കാമല്ലോ. ഡ്യൂട്ടി സമയത്ത് ഞാൻ മദ്യപിക്കാറില്ല, പിന്നെ ഒരിക്കലാകാം എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ഞാൻ മുങ്ങി വരാൻ പൊക്കോ. അയമുട്ടി നല്ലവന, അല്ലെങ്കിൽ ഇക്കാലത്ത് ആര് 2 ഫുൾ ബോട്ടിൽ ചക്കാത്തിന് വേണ്ടി ചേരും? എന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ അവനോടും പറഞ്ഞു, അവന്റേതെല്ലാം എന്നോടും പറഞ്ഞു. ഈ മഴ കണ്ടോ? ഈ മഴ ഇടുക്കി പെയ്തിരുന്നെങ്കിൽ പവർ കട്ട് മാറിയാന്. അതെങ്ങനെ മനുഷ്യര് നെറിയേട് കാണിക്കല്ലേ? അപ്പൊ പിന്നെ പ്രകൃതി നെറിയേട് കാണിക്കാണ്ടിരിക്കുവോ? ജൂണിൽ പെയ്യേണ്ട മഴ ജൂലൈ പെയ്യും. ഒന്നും ശരിയല്ല. മൊത്തത്തിൽ ഒരു പൊളിച്ചുപണി അത്യാവശ്യമാണ് ഇവിടെ. എംഡിയോട് പറഞ്ഞാൽ പൊളിച്ചെടുക്കാനുള്ള എല്ലാ ഒത്താശകളും അദ്ദേഹം തന്നെ ചെയ്തു തരും. തന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. വാർഡിലെത്തിച്ചാ ട്രിപ്പ് കൊടുത്തു വിടാം. എന്താ ഇത്? ഈ മാസം ആദ്യം ഉണ്ടായ വീൽ ചെയർ സംഭവത്തിൽ എന്റെ ശമ്പളത്തിൽ പാതി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇന്നലത്തേതും കൂടി ആയപ്പോ അത് മുഴുവനും കട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായി. ഇനി ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്കല്ലാതെ എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ലെന്നും മനസ്സിലായി. ഇതെന്റെ രാജിക്കത്താണ്, സ്വീകരിച്ചാലും. അത്രയേ ഉള്ളൂ. നിക്ക, ഇന്നലെ താൻ എന്തൊക്കെ ചെയ്തെന്ന് വല്ല ഓർമ്മയുണ്ടോ? സ്വപ്പം മുമ്പാ കെട്ടിവിട്ടത്. മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞു. ആംബുലൻസിന്റെ ചില്ല് മൊത്തത്തിൽ തകർത്തു. മോർച്ചറി കയറി 2 ശവശരീരങ്ങളെ തെറി വിളിച്ചു. പിന്തിരിപ്പിക്കാമെന്ന വാച്ച്മാന്റെ കർണത്തടിച്ചു. അയാളുടെ ഒരു പല്ല് പോയി. ഓക്സിജൻ സിലിണ്ടർ ആണെന്ന് കരുതി സ്നേഹലതയെ പൊക്കിയെടുത്ത് 104 ഹാജിയാരുടെ മുറി വെച്ചു കൊടുത്തു. പച്ചവെള്ളമാണെന്ന് കരുതി 304 ആസ്മ പേഷ്യന്റിന്റെ വായിലെ സ്പിരിറ്റ് ഒഴിച്ചു കൊടുത്തു. അയാൾ വലിച്ചു കിടക്കുകയാണ്. മതി മതി മതി, ഇനിയുണ്ട് സാർ. ഒന്നും കേൾക്കണ്ട. ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച് ലക്ക് കെട്ടാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. നാളെ മുതൽ തന്നെ പ്രൊമോഷനോടെ ഫാർമസിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുതലാളി, നാശനഷ്ടങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയാ ശമ്പളത്തിൽ നിന്ന് പണം കട്ടിയെന്നൊക്കെ പറഞ്ഞത്. മനസ്സിലായോ? മാസശമ്പളം 1 പൈസ പോലും കുറയാതെ ഗോപാലനെ തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് ഇത്രയും വലിയൊരു മനസ്സിന്റെ ഉടമയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങ് എന്റെ ദൈവമാണ്, എന്റെ അച്ഛനാണ്. അങ്ങേ ഞാൻ തെറ്റിദ്ധരിച്ചു. സാരമില്ലടോ. ഇനി ഞാനൊരു സത്യം പറയട്ടെ. അങ്ങൊരു ബൂർഷയാണെന്ന് കരുതി ദിവസവും തന്നുകൊണ്ടിരുന്ന ചായയിൽ ഞാൻ മനഃപൂർവ്വം വിരലുകൊണ്ട് ഇളക്കിയിരുന്നു. എല്ലാ ദിവസവും ഞാൻ കുടിച്ചതിന്റെ മിച്ചമാണ് അങ്ങ് കുടിച്ചുകൊണ്ടിരുന്നത്. എടോ, എന്തിനധികം പറയണം, എന്റെ എച്ചിലാണ് അങ്ങ് കുടിച്ചുകൊണ്ടിരുന്നത്. യു ആർ ഡിസ്മിസ്ഡ്.